ഹായ് കൂട്ടുകാരെ, 2024 നടന്ന നമ്മുടെ SSLC ഫൈനൽ എക്സാമിനേഷന് ചോദിച്ച നമ്മുടെ സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഫിലറ്റിന്റെ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇവിടെ നമുക്ക് എന്താണ് ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ? ഈ ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത് ഇഫ് എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ബി ആസ് എ ഡയമീറ്റർ. ഇവിടെ എ ബി എന്ന് പറയുന്ന ഡയമീറ്റർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, എ ബി എന്ന് പറയുന്നത് ആ വൃത്തത്തിന്റെ വ്യാസമായിട്ടാണ് അവർ പറയുന്നത്. വാട്ട് ആർ ദ പൊസിഷൻസ് ഇൻ ദ ഓഫ് ദി പോയിന്റ്സ് പി ക്യൂ വിത്ത് റെസ്പെക്ട് ടു ദ സർക്കിൾ. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഒരു സർക്കിള്, ഓക്കെ, ഈ സർക്കിളിന് ഒരു ഡയമീറ്റർ ഉണ്ടെങ്കിൽ ഈ ഡയമീറ്ററിന്റെ രണ്ട് എൻഡിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും എന്നറിയാം, ശരിയല്ലേ? അതേപോലെ സർക്കിളിന് വെളിയിലാണെങ്കിൽ ആ 90യെ കാട്ടിലും ഇത് കുറവാണെന്ന് അറിയാം. ഓക്കെ, അതിനകത്താണെങ്കിൽ ഇൻകേസ് സർക്കിളിനകത്താണെങ്കിൽ ഇത് 90യെ കാട്ടിലും കൂടുതലാണെന്ന് നമുക്കറിയാം. പിടികിട്ടിയോ? ഈ പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് പറയാം പി എന്ന് പറയുന്നത് 110 ഡിഗ്രിയാണ് അല്ലെ, അതായത് 90-നെക്കാട്ടിലും കൂടുതലാണ്. 90-നെക്കാട്ടിലും കൂടിക്കഴിഞ്ഞാൽ പി എന്ന് പറയുന്ന സർക്കിള് എന്താണ്? ഇൻ ദ സർക്കിൾ അല്ലേ? പി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? ഇൻ ദി സർക്കിൾ, സർക്കിളിനകത്താണ് അല്ലെ. അടുത്ത ക്യൂ എന്ന് പറയുന്ന പോയിന്റ് 90യെക്കാട്ടിലും ചെറുതായതുകൊണ്ട് ഔട്ട് ദി സർക്കിൾ, സർക്കിളിന് വെളിയിലാണ്. ഇൻ ദ സർക്കിൾ ഇസ് ഔട്ട് ദി സർക്കിൾ. ഓക്കെ, അപ്പൊ നമുക്ക് ആ രണ്ട് പോയിന്റുകൾ അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് ഇങ്ങനെ തരുന്ന സാധനം 90 ഡിഗ്രി വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. 90 ആണെങ്കിൽ ഓൺ ദി സർക്കിൾ എന്ന് എഴുതണം, സർക്കിളിലാണ്. 90-നെക്കാട്ടി കൂടുതലാണെങ്കിൽ അത് ഇൻ ദി സർക്കിൾ, സർക്കിളിനകത്താണ്. 90-നെക്കാട്ടിലും കുറവാണെങ്കിൽ അത് ഔട്ട് ദി സർക്കിൾ ആണ്. സർക്കിളിന് വെളിയിലാണ്. അത് ഓർത്ത് വെക്കുക, അത്രേ ഉള്ളൂ.